ഷാർജയെ ലോക ഭൂപടത്തിൽ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തിയ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരശ്ശീല വീണു. 12 ദിവസങ്ങളിലായി നടന്ന പുസ്തകോത്സവത്തിൽ 10,000-കണക്കിന് സന്ദർശകരാണ് എത്തിയത്. 118 രാജ്യങ്ങളിൽ നിന്നുള്ള 2350 പ്രസാധകർ മേളയുടെ ഭാഗമായി. വായന പ്രേമികൾക്ക് അക്ഷര വിരുന്നൊരുക്കിയ ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. പുസ്തകോത്സവത്തിന്റെ അവസാന ദിവസത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇങ്ങോട്ട് എത്താറുണ്ട്. വൈകുന്നേരം മീൻസ് രാത്രി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പോവാറ്. ഇന്നിപ്പം അത് പുസ്തകോത്സവം കഴിയുകയാണല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് ഇപ്പോൾ ചെറിയൊരു വിഷമമുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുസ്തകങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളെ ഈ ഒരു വലയം നമുക്ക് ചേർക്കാൻ പറ്റുന്നു. പിന്നെ അതെല്ലാം ഇപ്പം ഇന്ന് കഴിയുന്നതോട് കൂടിയിട്ട് അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ വരുന്ന സമയത്ത്. പ്രവാസി എഴുത്തുകാരുടെയും നാട്ടിൽ നിന്നെത്തിയവരുടെയും 100 കണക്കിന് പുസ്തകങ്ങളാണ് വേദിയിൽ പ്രകാശനം ചെയ്തത്. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് 1000-കണക്കിന് കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പുസ്തകോത്സവത്തിൽ 15 ലക്ഷത്തിലേറെ പുസ്തകങ്ങളാണ് വായനക്കാരിലേക്ക് എത്തിയത്. ലാസ്റ്റ് ദിവസമാണ്, പക്ഷേ ഒരു 12 ദിവസമായി ഇവിടെ പുസ്തകങ്ങളുടെ ഉത്സവമാണ്. ശരിക്കും ഞങ്ങൾ ഷാർജ, ദുബായ്, UAE-ലുള്ള എല്ലാ പ്രവാസികളും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പുസ്തകോത്സവം, ഷാർജ പുസ്തകം. അടുത്ത പുസ്തകോത്സവത്തിനുള്ള കാത്തിരിപ്പിലാണ് വായനക്കാർ. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സബാഷ്യൻ ജനം.